എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ട്. എന്നാൽ ഒരു മാഗ്നറ്റിക് കോമ്പസിന്റെ നീഡിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മാത്രം റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നീഡിലിന് വെർട്ടിക്കൽ പ്ലെയിനിൽ അലൈൻ ചെയ്യാൻ സാധിക്കാത്തതിനാൽ അത് കാണിച്ചു തരുന്നത് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ ഡയറക്ഷൻ മാത്രമായിരിക്കും. എന്നാൽ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ യഥാർത്ഥത്തിലുള്ള ഡയറക്ഷൻ നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ടിൽറ്റ് ചെയ്യപ്പെട്ട രീതിയിലാണ് കാണപ്പെടുന്നത്. ഇത്തരത്തിൽ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ടിൽറ്റ് ചെയ്തിരിക്കുന്ന ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് എത്രമാത്രം ടിൽറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് എന്നതാണ് ആംഗിൾ ഓഫ് ഡിപ്പ് മെഷർ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് സൈൻ കൺവെൻഷൻ പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പ് ചെയ്യുന്നത് താഴേക്കാണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ഡിപ്പ് എന്നും, എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലേക്കാണെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് ഡിപ്പ് എന്നുമാണ് വിളിക്കുന്നത്. നമ്മൾ കോമ്പസിനെ ഫ്ലിപ്പ് ചെയ്ത് ഈ രീതിയിൽ വെർട്ടിക്കലാക്കി ഡിപ്പ് ആംഗിൾ മെഷർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്ക് അക്യുറേറ്റ് മെഷർമെന്റ് അല്ല തരുന്നത്. അതിനാൽ മാഗ്നറ്റിക് ഡിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടി വെർട്ടിക്കൽ പ്ലെയിനിൽ സ്വതന്ത്രമായി ചലിക്കാൻ സാധിക്കുന്ന ഡിപ്പ് നീഡിലിനെയാണ് ഉപയോഗിക്കുന്നത്. എർത്തിന്റെ ട്രൂ നോർത്തിന്റെ അഥവാ ജിയോഗ്രഫിക് നോർത്തിന്റെ ഡയറക്ഷനും അതുപോലെ എർത്തിന്റെ മാഗ്നറ്റിക് നോർത്തിന്റെ അഥവാ മാഗ്നറ്റിക് കോമ്പസിന്റെ നീഡിൽ പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ആയതിനാൽ ഈ ആംഗിൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് വരുന്നത്. എന്നാൽ ഹൊറിസോണ്ടൽ പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് മാഗ്നറ്റിക് ഡിപ്പ്. ആയതിനാൽ ഇത് വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്ന ആംഗിളാണ്. നാവിഗേഷൻ പർപ്പസിന് ഡിക്ലിനേഷൻ എന്ന ആംഗിളിന്റെ പ്രാധാന്യം നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. എർത്തിന്റെ നോർത്ത് പോളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മാഗ്നറ്റിക് ഫീൽഡ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എന്നാണ്. അതായത് ഇവിടെ ഡിപ്പ് ആംഗിൾ 90 ഡിഗ്രി ആണ് എന്നാണ് ഇത് കാണിക്കുന്നത്. ഡയറക്ഷൻ ഡൗൺവേർഡ് ആയതിനാൽ +90 ഡിഗ്രി എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ സൗത്ത് പോളിൽ ഫീൽഡ് 90 ഡിഗ്രി അപ്വേർഡ് ആയിട്ട് ഡിപ്പ് ചെയ്യുന്നതിനാൽ ഇവിടെ ആംഗിൾ -90 ഡിഗ്രി ആയിരിക്കും. ഇക്വേറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഗ്രൗണ്ടിന് പാരലലായി വരുന്നതിനാൽ ഡിപ്പ് ആംഗിൾ 0 ആയിരിക്കും. നിങ്ങൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് പോസിറ്റീവ് ഡിപ്പ് വാല്യൂസ് ആയിരിക്കും. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഹൊറിസോണ്ടലിനെ അപേക്ഷിച്ച് മുകളിലേക്ക് പോയിന്റ് ചെയ്യുന്നതിനാൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഡിപ്പ് വാല്യൂസ് ആയിരിക്കും ലഭിക്കുന്നത്. ആയതിനാൽ ഡിപ്പ് വാല്യൂ നോക്കി നിങ്ങൾ പ്ലാനറ്റിന്റെ ഏതു ഭാഗത്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ടേബിൾ ടോപ്പിൽ എർത്തിന്റെ ഫീൽഡിനെ പ്രയോജനപ്പെടുത്തി നമ്മൾ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ടോട്ടൽ ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ എക്സ്പെരിമെന്റിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നതിനാൽ നമ്മൾ അതിനെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. മാഗ്നറ്റിക് ഡിപ്പ് എത്രയാണ് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചാൽ ടോട്ടൽ ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും നമുക്ക് ഈസിയായി കണ്ടെത്താൻ സാധിക്കും.